എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ മൈമന യൂസ്ര നേഴ്സറിയുടെ ഉടമയായിട്ടുള്ള ഹനീഫാക്കയുടെ തോട്ടം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ തോട്ടത്തിൻ്റെ എല്ലാ വിവരങ്ങളും നമ്മുടെ ഹനീഫാക്കയുണ്ട്. ഹനീഫാക്കയുടെ തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് ഹനീഫ. എൻ്റെ നേഴ്സറിൻ്റെ പേര് മൈമന യൂസ്ര. മലപ്പുറം ജില്ലയിൽ തൃക്കലങ്കോട് പഞ്ചായത്തിൽ കാരകുന്ന് തച്ചുണിയിലാണ് നമ്മുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ 2024 ഒക്ടോബർ 17 ഇന്നൊക്കെ 5 മാസം 8 ദിവസമായ ഒരു പ്ലാന്റ്. ഇത് കണ്ടെങ്കിൽ ഇന്നക്കാട്ടി വലുപ്പം, ഇത് കണ്ടെങ്കിൽ 7 അടിയോളം പൊക്കത്തിലായി. എത്ര 5 മാസം 8 ദിവസമായ ഇതാണ്. ഇത് നമ്മൾ പിന്നെ ഇറിഗേഷൻ ചെയ്യുന്നുണ്ട്. തുള്ളിനാന. അതെ, നിങ്ങള് ഭൂമി നമ്മളോട് കാണിച്ചു തന്നാൽ മതി. അത് JCB ഓടുന്ന് ഇങ്ങോട്ട് നിലം ക്ലിയറാക്കി കുഴിയെടുത്ത് തൈ കൊടുന്ന് വളട്ട് ഇതേമാതിരി ഇറിഗേഷനും ചെയ്തിങ്ങാണ്ട് നമ്മൾ തരുന്നതാണ്. ഇതിപ്പോൾ ഒരു വർഷം കൊണ്ട് ഈ തൈ നമുക്ക് കായ്പ്പിച്ചെടുക്കാം. ഒരു വർഷം കൊണ്ട് കായ്പ്പിക്കാം. നിങ്ങൾക്ക് കാലം എത്ര സ്ഥലങ്ങളുണ്ടോ, നിങ്ങൾ നമ്മളോട് ഇങ്ങനെ തോട്ടം സെറ്റ് ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ നമ്പർ 95 39 64 8947. മലപ്പുറം ജില്ലയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഇതേമാതിരി തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ. കാരണം ഇത് ഈ പ്ലാന്റുകളൊക്കെ ഇപ്പൊ എത്ര മാസമായി വെച്ചിരുന്നത്? ഇതിപ്പോ 5 മാസം 8 ദിവസമായ തോട്ടാണിത്. 5 മാസം 8 ദിവസം. ഇനിയിപ്പോ നമുക്ക് വേറെ തോട്ടം കൂടി ഉണ്ട്. ഇപ്പോൾ 1 വർഷം അഥവാ 2 വർഷം തികയാത്ത ഒരു തോട്ടമുണ്ട്, ഇഷ്ടംപോലെ കായ്ച്ചിക്കണേ. അത് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെ ആർക്കെങ്കിലും സെറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ഹനീഫാക്കാന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ ഇതുപോലെ തന്നെ ഈ വെള്ളം സൗകര്യം ഒക്കെ വെച്ചിട്ട് ചെയ്തിരുന്നതാണ്. ഈ ഇത് ചെയ്തൂടെ? ഇറിഗേഷൻ എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തി തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈന്റെ വലുപ്പം കണ്ടെങ്കിൽ വെറും 5 മാസമായിട്ടുള്ളൂ. 5 മാസം 8 ദിവസമായിട്ടുള്ളൂ. ഒരു തൈ നല്ല എല്ലാ തൈകളും നോക്കിയാണ്. ഇപ്പൊ വെള്ളം കണ്ടെങ്കിൽ തുള്ളിനാന കൊടുത്തത്. ഇപ്പൊ ഇത് കണ്ടെങ്കിൽ തുള്ളിനാന ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇതിന് വെള്ളം കൊടുക്കുന്നത്. നമ്മൾ 5 ദിവസം കൂടുമ്പോഴാണ് ഇതിന് കൊടുക്കുന്നത്. 25 മിനിറ്റ് അഥവാ ഇതിപ്പോൾ 1 ഏക്കർ 30 സെന്റ് ഭൂമിയാണ് ഏകദേശം. ഒരു 258 തൈ ഉണ്ട് ഇതിൽ. 258 തൈന് ഇപ്പോൾ ഒരു 5000 ലിറ്ററിന്റെ ടാങ്കാണ്. ഇത് 2 പാർട്ടായിട്ടാണ് ഞാൻ 25 50 മിനിറ്റ് കൊണ്ടാണ് ഇത് നന തീർക്കുന്നത്. ഇങ്ങനെ 5 ദിവസം കൂടുമ്പോഴാണ് ഞാനിത് നനക്കണത്. 5 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി. 5 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി. 5 ദിവസം കൂടുമ്പോൾ പറഞ്ഞാൽ ഒരു 20 ലിറ്റർ വെള്ളം അതിന്റെ മുരട്ടിക്ക് 5 ദിവസം കൂടുമ്പോൾ കിട്ടുന്നുണ്ട്. ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല കടവണ്ണം അടിപൊളിയാണ്. മാത്രമല്ല ഇതിന്റെ ലീഫൊക്കെ നല്ല വൃത്തി തന്നെ കിടക്കുന്നത്, അടിപൊളിയുണ്ട്. അപ്പൊ സെറ്റിംഗ്സിന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് വളം എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്? വളം നമ്മൾ സാധാരണ ഇപ്പൊ ഞാൻ ഈ 5 മാസത്തിന്റെ ഉള്ളിൽ ഇപ്പൊ ഞാൻ 3 വളം കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരു വളം കൊടുത്തു, പിന്നെ അടിവളം കൊടുത്തു. അതിന്റെ ശേഷം 3 വളമല്ല 2 വളം കൊടുത്തു. കുറച്ച് കടല പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, പച്ച ചാണകം, ഈ സിലറിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ 5 മാസത്തിൽ അടിവളം കൂടാതെ 2 പ്രാവശ്യം ആകെ ഞാൻ വളം കൊടുത്തിട്ടുണ്ട്. ഇത്ര ഇതിനാകെ മുടക്ക് വന്നിട്ടുള്ളൂ. കുറഞ്ഞ തുച്ഛമായ ഇതേ കൊടുക്കണുള്ളൂ. ഒരു വളം ചേർക്കാൻ നമുക്ക് ലേബർ ചാർജ് കൂടാതെ വളത്തിന് മാത്രമേ ഒരു 500 രൂപ ആകെ മുടക്ക് വരുള്ളൂ ഈ 1 ഏക്കറും ചില്ലറ. ഇത് അത്യാവശ്യം നല്ല വലുപ്പമല്ലേ? ഇതിൽ കായഫലം വരെ എത്ര സമയം എടുക്കും? 1 വർഷം കൊണ്ട് നമുക്ക് കായ പിടിക്കും. ഒരു സംശയമില്ല, 1 വർഷം കൊണ്ട് പിടിക്കും. ഒന്നും വേണ്ട. ഇതിന്റെ ഐറ്റം നോക്കിങ്ങളേ, ഇതിന്റെ കടവണ്ണം നോക്കി. ആകെ എത്ര 5 മാസം 8 ദിവസം. 8 ദിവസം കൊണ്ട് 2024 ഒക്ടോബർ 17 നമ്മളിത് സെറ്റ് ചെയ്തത്. ഈ വെച്ചതൊക്കെ ആ സമയത്ത് തന്നെ? അതെ. ഒക്കെ ഇതിലിപ്പോ എത്ര പീസ് ഉണ്ട്? ഇത് 258 പീസ് ഉണ്ട്. ഇത് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ വിദേശത്തേക്ക് കയറ്റുമതി അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ആളുകൾ ഇത് വെക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും കാലി സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. നമ്മൾ ജാതി വാങ്ങി ജാതി ചെയ്തു കൊടുക്കും. അതുപോലെ റംബുട്ടാന വേണ്ടി കസ്റ്റമറെ അഭിരുചിക്കനുസരിച്ച് എന്തുവാണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. അവർക്ക് ഏത് ആഗ്രഹം നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളെ മലപ്പുറം ജില്ലയിൽ ചെയ്തു കൊടുക്കും. വെള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്തു കൊടുക്കാം. ഇപ്പൊ ഇറിഗേഷൻ ഞാൻ ചെയ്താണ്. ഇത് നമുക്ക് പുറത്തേക്ക് ചെയ്തു കൊടുത്തൂടെ? ചെയ്തു കൊടുക്കാം. അപ്പൊ എല്ലാ സൗകര്യത്തോടു കൂടി ചെയ്തു കൊടുക്കും. നല്ല വൃത്തി ചെയ്തു കൊടുക്കും. 2 അടിയോളം വലുപ്പം വരുന്ന പ്ലാന്റ് വെച്ചിട്ട് ഇത്രയും ദിവസത്തിലാണ് ഇത്രയും നല്ല ഒരു ചക്കയുടെ മരമായിട്ട് വന്നിട്ടുള്ള 1 വർഷം കൂടി ചക്ക വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലെ? ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ആർക്കെങ്കിലും ഇതുപോലെ സ്ഥലം കാലിയായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹനീഫാക്കാന്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തോളൂ. നല്ല വൃത്തിയിൽ സെറ്റപ്പിൽ ചെയ്തത്. ഞാൻ മൂപ്പര് വീട്ടിൽ നഴ്സറിയിൽ പോയിട്ട് കുറെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ കാഴ്ച നിൽക്കുന്നത് കണ്ടാണ് കായഫലം വരുമ്പോൾ 100% ഉറപ്പുള്ള പ്ലാന്റുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രത്യേകത കൂടി നമ്മൾ ഹനീഫാക്ക് ഉണ്ട്. എന്തായാലും ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഇത് ഞാൻ സെറ്റ് ചെയ്ത തോട്ടാണ്. ഇത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് 10-11 കിലോമീറ്റർ ചുറ്റളവിൽ പുല്ലാര എന്ന സ്ഥലത്താണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. 3 ഏക്കറിൽ പരന്നു കിടക്കുന്ന തോട്ടാണ് ഇത്. വിദേശ രാജ്യങ്ങൾക്ക് ആർക്കെങ്കിലും
ചക്ക കയറ്റുമതിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ഇടിച്ചക്ക ഉണ്ട്, ഇതേമാതിരി പഴുത്ത ചക്ക ഉണ്ട്. ഇത് കണ്ടെങ്കിൽ ഒരു വർഷം 11 മാസമായ പ്ലാവാണിത്. ആരെയും കണ്ടാൽ വീക്ഷിക്കും. ഇത് 3 ഏക്കറിൽ പരന്ന് കിടക്കുന്ന തോട്ടാണ്. ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആർക്കും നമ്മൾ ഈ കാലി സ്ഥലം ഉണ്ടെങ്കിൽ ഇതേമാതിരി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു വർഷം 11 മാസമായി. 2023 ഏപ്രിൽ 13 സെറ്റ് ചെയ്ത തോട്ടാണ്. ഈ വിദേശ രാജ്യങ്ങൾക്ക് ചക്കക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇടിച്ചക്കയായിട്ടും വലിയ ചക്ക, മൂത്ത ചക്ക, പഴുത്ത ചക്ക, ഏത് ചക്ക വേണമെങ്കിലും ഈ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആളെ പേര് ഗിരീഷാണ്. ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് യഥേഷ്ടം ചക്ക എത്ര വേണമെങ്കിലും കൊണ്ട്. അത് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ട് തൊട്ടടുത്ത് 11 കിലോമീറ്റർ പുല്ലാറുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത്. 3 ഏക്കർ സെന്റ് സ്ഥലത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്നല്ല, ഒരുപാടുണ്ട്. വിയറ്റ്നാമിൽ വിയറ്റ്നാം മൊത്തം 3 ഏക്കറിലും വിയറ്റ്നാമാണ്. 3 ഏക്കറിൽ വിയറ്റ്നാമാണ്. എല്ലാ മരങ്ങളും കായ്ച്ചിട്ടുണ്ട്. ഇത് വിദേശ രാജ്യങ്ങൾക്ക് ആർക്കെങ്കിലും ചക്ക കയറ്റുമതിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ഇടിച്ചക്ക ഉണ്ട്, ഇതേമാതിരി പഴുത്ത ചക്ക ഉണ്ട്. ഇത് കണ്ടെങ്കിൽ ഒരു വർഷം 11 മാസമായ പ്ലാവാണിത്. ആരെയും കണ്ടാൽ വീക്ഷിക്കും. ഇത് 3 ഏക്കറിൽ പരന്ന് കിടക്കുന്ന തോട്ടാണ്. ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആർക്കും നമ്മൾ ഈ കാലി സ്ഥലം ഉണ്ടെങ്കിൽ ഇതേമാതിരി സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചക്കക്ക് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ആളെ പേര് ഗിരീഷ് എന്നാണ്.